നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൈവിട്ടു പോകുമെന്ന് കരുതിയ ജീവൻ തലനാരിഴയ്ക്ക് തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് അജ്മാനിലെ 2 തൊഴിലാളികൾ. അജ്മാൻ കോർണിഷ്യയിലെ ബഹുനില കെട്ടിടത്തിൽ ശുചീകരണ ജോലികൾ ചെയ്തിരുന്ന 2 തൊഴിലാളികളുടെ ജീവനാണ് അപകടത്തിന്റെ വക്കിൽ നിന്നും രക്ഷപ്പെട്ടത്. കാറ്റിൽ കെട്ടിടത്തിൽ കുടുങ്ങിയ ശുചീകരണ തൊഴിലാളികൾക്ക് 2 യുവതികൾ രക്ഷകരാവുകയായിരുന്നു. ശരിക്കും ദൈവത്തിന്റെ കൈകൾ തന്നെയായിരുന്നു അത്. ഒരു വേള ശക്തമായ കാറ്റിൽ പിടിവിട്ടു പോകുമെന്ന് കരുതിയ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ആ തൊഴിലാളികൾ ദൈവത്തിന് നേരെയും പിന്നെ ആ യുവതികൾക്ക് നേരെയും നന്ദി അറിയിച്ചു. ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. ഇലക്ട്രിക് സ്കാഫോൾഡിൽ കയറി നിന്നാണ് തൊഴിലാളികൾ കെട്ടിടച്ചില്ലുകൾ ശുചീകരിച്ചിരുന്നത്. രാവിലെ 9 മണിക്കുണ്ടായ കാറ്റിൽ സ്കാഫോൾഡ് ഉലഞ്ഞു താഴേക്ക് പതിക്കുമെന്ന നിലയിലായി. ഇത് മനസ്സിലാക്കിയ കെട്ടിടത്തിന്റെ 9ാം നിലയിൽ താമസിക്കുന്ന മൊറോക്കോൻ ഗ്രീസ് വംശജരായ യുവതികൾ ജനൽ തുറന്ന് സ്കാഫോൾഡ് കൈകൊണ്ട് കെട്ടിടവുമായി ചേർത്ത് പിടിച്ചു. സിവിൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ രക്ഷയ്ക്കായി സംഭവസ്ഥലത്ത് എത്തുന്നതുവരെ ഇരുവരുടെയും കൈകളിൽ 2 ജീവനുകൾ സുരക്ഷിതമായിരുന്നു. ദേശീയ ആംബുലൻസും സംഭവസ്ഥലത്തെത്തി. സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്കാഫോൾഡ് പൂർവ്വസ്ഥിതിയിലാക്കി തൊഴിലാളികളെ സുരക്ഷിതമായി താഴെയിറക്കി. യുവതികൾക്ക് നിസാര പരുക്കുപറ്റിയെങ്കിലും തൊഴിലാളികൾ ഒരു പോറൽ പോലും ഏൽക്കാതെ താഴെയിറങ്ങി. കൂറ്റൻ കെട്ടിടങ്ങളിൽ തൊഴിലാളികളെ ശുചീകരണ അറ്റകുറ്റപ്പണികൾക്ക് നിയോഗിക്കുന്ന കമ്പനികൾ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ റാവുദ് ഉബൈദ് അൽസ ആബി അറിയിച്ചു. കാറ്റും മഴയുമുള്ള സാഹചര്യത്തിൽ ശുചീകരണ സാമഗ്രികളും സംവിധാനവും കുറ്റമറ്റതായിരിക്കണം. ഈ രംഗത്തെ നിയമങ്ങൾ അവഗണിക്കുന്ന കമ്പനികൾ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും അൽസ ആബി വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും തലനാരിഴയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് തൊഴിലാളികൾ. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.